നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. പ്രമുഖ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയായ ഏഞ്ചൽ വൺ തങ്ങളുടെ ഓഹരികൾ വിഭജിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായുള്ള റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 26 വ്യാഴാഴ്ചയായി കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. 1:10 എന്ന അനുപാതത്തിലാണ് കമ്പനി ഓഹരി വിഭജനം നടത്തുന്നത്. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളായി മാറും. ലളിതമായി പറഞ്ഞാൽ, നിലവിൽ നിങ്ങളുടെ പക്കൽ ഏഞ്ചൽ വണ്ണിന്റെ ഒരു ഓഹരി ഉണ്ടെങ്കിൽ വിഭജനത്തിന് ശേഷം അത് 10 ഓഹരികളായി വർദ്ധിക്കും. കമ്പനിയുടെ ബോർഡ് ജനുവരി 15 തന്നെ ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ വിപണിയിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉറപ്പാക്കാനും ഓഹരി വില കുറയുന്നതിലൂടെ ചെറുകിട നിക്ഷേപകർക്ക് ഇത് വാങ്ങാൻ കൂടുതൽ എളുപ്പമാകാനും വേണ്ടിയാണ് സാധാരണയായി കമ്പനികൾ ഇത്തരത്തിൽ ഓഹരി വിഭജനം നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഹരികളുടെ എണ്ണം 10 മടങ്ങായി കൂടുമെങ്കിലും നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ആകെ മൂല്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്നതാണ്. കാരണം ഓഹരികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ വിപണി വിലയും ആനുപാതികമായി കുറയും. ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിൽ 4.5% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 269 കോടി രൂപയായിരുന്നു ലാഭം. എങ്കിലും കമ്പനിയുടെ മൊത്തം വരുമാനത്തിൽ 5.8% വർധനമുണ്ടായിട്ടുണ്ട്. ഓഹരി വിഭജനത്തിലൂടെ ലഭിക്കുന്ന അധിക ഓഹരികൾക്ക് അർഹരായ നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള അവസാന തീയതിയാണ് അല്ലെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് ആണ് റെക്കോർഡ് ഡേറ്റ് ആയി കണക്കാക്കുക. ഫെബ്രുവരി 26 അതിനു മുൻപ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് ഈ ഓഹരി വിഭജനത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതായത് ഫെബ്രുവരി 26 കമ്പനിയുടെ ഔദ്യോഗിക റെക്കോർഡുകളിൽ പേരുള്ള ഷെയർ ഹോൾഡർമാർക്ക് മാത്രമേ വിഭജനം നടത്തിയ ഓഹരികൾ ലഭിക്കാൻ അർഹതയുണ്ടാകൂ. ഓഹരിയുടെ എക്സ് ഡേറ്റും അന്നേ ദിവസം തന്നെ ആയിരിക്കുമെന്ന് കമ്പനി നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓഹരി വിഭജനം കാരണം ഒരു നിക്ഷേപകന്റെ ഉടമസ്ഥാവകാശ ശതമാനത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഫെബ്രുവരി 26 അതിനു മുൻപോ ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ള ഷെയർ ഹോൾഡർമാർ ഈ വിഭജനത്തിന് അർഹരായിരിക്കും. ഓഹരിയുടെ ഇപ്പോഴത്തെ വില ഏകദേശം 2455 എന്നുള്ള റേഞ്ചിലാണെങ്കിൽ 1:10 സ്പ്ലിറ്റിന് ശേഷം ഒരു ഓഹരിയുടെ വില 10-1 മാറും. അതായത് വിഭജനത്തിന് ശേഷം ഏകദേശം 245 രൂപ റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ ഇതിനോടകം ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ള ആളാണെങ്കിൽ ഫെബ്രുവരി 26 നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓഹരി വില കുറഞ്ഞതായും എന്നാൽ എണ്ണം കൂടാത്തതായും കണ്ടേക്കാം. പേടിക്കേണ്ടതില്ല. അധികമായി ലഭിക്കുന്ന ഓഹരികൾ ഓരോന്നിനും പകരമായി റെക്കോർഡ് ഡേറ്റിന് ശേഷം ഏതാനും പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ, സാധാരണയായി 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തിയോ എന്ന് ആകുലപ്പെടേണ്ടതില്ല. വാസ്തവത്തിൽ ദീർഘകാല നിക്ഷേപകർക്ക് ഓഹരി വിഭജനത്തിന് ശേഷവും ഓഹരികൾ വാങ്ങുന്നത് പലപ്പോഴും ഗുണകരമാകാറുണ്ട്. ഓഹരി വിഭജനത്തിന് ശേഷം വാങ്ങുന്നതിന്റെ ഗുണങ്ങൾ നോക്കാം. അഫോർഡബിലിറ്റി തന്നെയാണ് ആദ്യത്തെ ഫാക്ടർ. വിഭജനത്തിന് മുൻപ് 2450 രൂപ നൽകി ഒരു ഓഹരി വാങ്ങേണ്ട സ്ഥാനത്ത് വിഭജനത്തിന് ശേഷം വെറും 245 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഓഹരി വാങ്ങാവുന്നതാണ്. ഇത് ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് വലിയ സൗകര്യമാണ്. ലിക്വിഡിറ്റി തന്നെയാണ് അടുത്തത്. ഓഹരി വില കുറയുന്നതോടെ കൂടുതൽ ആളുകൾ വാങ്ങാൻ മുന്നോട്ട് വരും. ഇത് ഓഹരി വിപണിയിലെ ഇടപാടുകൾ വർദ്ധിപ്പിക്കുകയും വിലയിൽ പോസിറ്റീവ് ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. വില കുറയുമ്പോൾ ഓഹരി ചീപ്പായി തോന്നുന്നത് കൂടുതൽ റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കും. ഇത് പലപ്പോഴും വിഭജനത്തിന് ശേഷം ഓഹരി വില പതുക്കെ ഉയരാൻ കാരണമാകാറുണ്ട്. ഓഹരി വിഭജനം എന്നത് ഒരു കമ്പനിയുടെ മൂല്യത്തിൽ മാറ്റം വരുത്തുന്നില്ല. ഇത് ഒരു 2000 നോട്ടും 10-200 രൂപ നോട്ടും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. വിഭജനത്തിന് മുൻപ് വാങ്ങിയാൽ ഒരു ഓഹരി കൈവശമുണ്ടാകും. വിഭജനത്തിന് ശേഷം അത് 10 ഓഹരികളാകും. ആകെ മൂല്യം 2450 തന്നെ. വിഭജനത്തിന് ശേഷം വാങ്ങിയാൽ നിങ്ങൾക്ക് 2450 രൂപ നേരിട്ട് 10 ഓഹരികൾ വാങ്ങാം. അതായത് ആകെ നിക്ഷേപത്തിന്റെ മൂല്യത്തിലോ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിലോ നിങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞുള്ള വളർച്ചയാണെങ്കിൽ വിഭജനത്തിന് മുൻപോ ശേഷമോ വാങ്ങുന്നത് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കി എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. വിഭജന വാർത്തകൾ വരുമ്പോൾ പലപ്പോഴും വില അല്പം കൂടാറുണ്ട്. അതിനാൽ വിഭജനത്തിന് ശേഷം വില ഒന്ന് സ്ഥിരത കൈവരിക്കുന്നത് വരെ കാത്തിരുന്ന് വാങ്ങുന്നത് കൂടുതൽ സുരക്ഷിതമായേക്കാം. കമ്പനിയുടെ ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ വർഷം 27% കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി 36%. ഇത് നിക്ഷേപകരുടെ പണത്തിന്മേൽ കമ്പനി ഉണ്ടാക്കുന്ന മികച്ച ലാഭത്തെ കാണിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 25.8%. കമ്പനി അതിന്റെ മൂലധനം എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. 20% മുകളിലുള്ള ROC വളരെ നല്ലതായി കണക്കാക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 33%. അതായത് വരുമാനത്തിന്റെ 1/3 പ്രവർത്തന ലാഭമായി കമ്പനി നിലനിർത്തുന്നുണ്ട്. സ്റ്റോക്കിന്റെ PE റേഷ്യോ 29.1 ടൈംസ് ആണ്. ഈ മേഖലയിലെ ശരാശരി PE ഏകദേശം 19.4 ടൈംസ് ആണ്.
ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ അല്പം മുകളിലാണ് എങ്കിലും കമ്പനിയുടെ വളർച്ചാ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഇത് ന്യായമാണ് എന്ന് പറയാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ അഥവാ PB 3.82 മടങ്ങാണ്. ബുക്ക് വാല്യൂവിനേക്കാൾ ഏകദേശം 4 മടങ്ങ് മുകളിലാണ് നിലവിലെ വില. ഡിവിഡൻഡ് yield 1.97%. ലാഭത്തിന്റെ ഒരു നല്ല ഭാഗം കമ്പനി ഡിവിഡൻഡായി നൽകുന്നുണ്ട് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സെയിൽസ് ഗ്രോത്ത് 10 വർഷത്തെ കാലയളവിൽ 28% CAGR വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വരുമാനം മികച്ച രീതിയിൽ വളരുന്നുവെന്ന് ഇത് അർത്ഥമാക്കുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 67% CAGR ഗ്രോത്ത് കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലാഭത്തിലുണ്ടായ വളർച്ച വളരെ ശ്രദ്ധേയമാണ്. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ലാഭത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് സെബിയുടെ പുതിയ നിയമങ്ങളോ അല്ലെങ്കിൽ വിപണിയിലെ മാറ്റങ്ങളോ മൂലമായിരിക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 28.87%. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്സിൽ 14.8% കുറവ് വന്നിട്ടുണ്ട്. ഇത് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. DIA ഹോൾഡിംഗ്സ് 18.11%. ആഭ്യന്തര നിക്ഷേപകർ കമ്പനിയിലുള്ള വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡെപ്റ്റർ ഡേയ്സ് 36 ദിവസത്തിൽ നിന്നും 21 ദിവസമായി കുറഞ്ഞു. കമ്പനിക്ക് ലഭിക്കേണ്ട പണം വേഗത്തിൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നു എന്നത് പോസിറ്റീവ് തന്നെയാണ്. ഏഞ്ചൽ വൺ സാമ്പത്തികമായി വളരെ കരുത്തുള്ള ഒരു കമ്പനി തന്നെയാണ്. ദീർഘകാല വളർച്ചാ നിരക്ക് മികച്ചതാണെങ്കിലും ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ലാഭത്തിൽ ഇടിവ് കാണപ്പെടുന്നുണ്ട്. പ്രൊമോട്ടർ ഓഹരി വിഹിതം കുറച്ചതും ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ കൂടിയ PE റേഷ്യോയും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. ഓഹരി വിഭജനത്തിന് ശേഷം ഏഞ്ചൽ വണ്ണിന്റെ വില നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ഒരു പ്രധാന ബ്രേക്ക് ഔട്ട് പോയിന്റായി കണക്കാക്കുന്നത് 265 രൂപ എന്ന ലെവൽ തന്നെയായിരിക്കും. ഓഹരി വില ഇതിനു മുകളിൽ സ്ഥിരത കൈവരിച്ചാൽ അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് 280 എന്ന റെസിസ്റ്റൻസ് ലെവൽ ആയിരിക്കും. എന്നാൽ വിപണിയിൽ ഇടിവുണ്ടായാൽ ഓഹരിക്ക് താങ്ങായി ആദ്യം പ്രവർത്തിക്കുക 235 എന്ന സപ്പോർട്ട് ലെവലായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ വില വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ 210 രൂപ എന്നത് വളരെ ശക്തമായ ഒരു സപ്പോർട്ടായി നിലനിൽക്കും. ചുരുക്കത്തിൽ വിഭജനത്തിന് ശേഷം വിപണി തുറക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഏകദേശ വിലയായ 245 ചുറ്റുമായിരിക്കും പ്രാരംഭ ചലനങ്ങൾ നടക്കുക. ഈ വില നിലവാരങ്ങൾ മനസ്സിൽ വെക്കുന്നത് വിഭജനത്തിന് ശേഷം ഓഹരി വാങ്ങാനോ അത് ലാഭം എടുക്കാനോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കും.